ഹലോ ഫെലോസ്, വി ആർ മാക്രീസ് ഓൺ ദ റോഡ്. ഇന്ന് നമ്മൾ ഹെഡ് ചെയ്യുന്നത് എങ്ങോട്ടാണ്? ഐക്യ. വൺ ഓഫ് ദ വേൾഡ്സ് ലാർജസ്റ്റ് ഫർണിച്ചർ ഷോപ്പിംഗ് സെന്റർ ആണ് ഐക്യ. അവിടെ പോയിട്ടുള്ള ഞങ്ങളുടെ വിശേഷങ്ങൾ, അവിടുത്തെ സ്റ്റോർ ഇതുവരെ കാണാത്തവർക്ക് ആദ്യമായിട്ട് ബാംഗ്ലൂരിലുള്ള സ്റ്റോർ കാണാനുള്ള ഒരു അവസരം, അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ കൊണ്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ശരി, ഓൺ ദ വേ കാണാം. ഞങ്ങൾക്കപ്പോൾ ഐക്യ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം ഉള്ളതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും പോകുമ്പം പ്രിഫർ ചെയ്യാറ് നിയറസ്റ്റ് മെട്രോ സ്റ്റേഷനിൽ പോവുക, അവിടെ നിന്ന് മെട്രോ കയറുക. നമുക്ക് ഐക്യയുടെ തൊട്ട് മുന്നിൽ തന്നെ അവരെ ഒരു മെട്രോ സ്റ്റേഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് രണ്ട് കാര്യമാണ്. ഒന്ന്, ഈ ട്രാഫിക്കിൽ കിടന്ന് ബുദ്ധിമുട്ടണ്ട, സുഖമായിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാം, കംഫർട്ടബിൾ ട്രാവലിംഗ് ആണ്. അപ്പൊ നമ്മളിവിടെ നിയറസ്റ്റ് മെട്രോ സ്റ്റേഷൻ വന്ന് JP നഗറാണ്. അവിടെ നിന്ന് ഞങ്ങള് മെട്രോന് ടിക്കറ്റ് എടുക്കുന്നു. ബബി ടിക്കറ്റ് എടുക്കുന്നതാണ് ഇപ്പൊ ഈ കാണുന്നത്. നമ്മൾ മെട്രോ സ്റ്റേഷനിൽ പോയിട്ടുള്ളവർക്ക് അറിയാം, നമ്മൾ അവിടെ പോയി ടിക്കറ്റ് കൗണ്ടറിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവര് നമുക്ക് ടോക്കൺ പഞ്ച് ചെയ്ത് തരികയാണ് ചെയ്യുന്നത്. ആ ടോക്കൺ ഉപയോഗിച്ചാണ് നമ്മൾ മെട്രോ സർവീസ് അവൈൽ ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഇവിടത്തെ മെട്രോയും നല്ല എഫിഷ്യന്റ് ആണ്. ഇവിടെ കുറെ പേര് കൂടുതലായിട്ട് മെട്രോ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം മേജർ റീസൺ ട്രാഫിക് തന്നെയാണ്. ആർക്കും ഈ ട്രാഫിക്കിൽ വണ്ടി ഓടിക്കാൻ തീരെ താല്പര്യമില്ല. അതുകൊണ്ട് ഒട്ടുമിക്ക പേരും പ്രിഫർ ചെയ്യുന്നത് മെട്രോ ഉള്ള ഭാഗങ്ങളിലേക്ക് മെട്രോയിൽ തന്നെ ട്രാവൽ ചെയ്യാനായിട്ടാണ്. പിന്നെ പങ്ക്ച്വൽ ടൈമിംഗ് ആണ്. നമ്മളോട് അവിടെ മുകളിൽ നമ്മളിപ്പോൾ കയറി ചെല്ലുമ്പോൾ കാണും, ഡിജിറ്റൽ ബോർഡിൽ ടൈം മെൻഷൻ ചെയ്യുന്നുണ്ട്. ആ ടൈമിൽ തന്നെ നമുക്ക് മെട്രോ വരുന്നുണ്ട്. നമുക്ക് കൂടുതൽ നേരം വെയിറ്റിംഗ് അവേഴ്സ് ഇല്ല. പിന്നെ ഇന്ന് സൺഡേ ആണെങ്കിൽ പോലും കുറച്ച് റഷ് ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് കയറി ഉടനെ ഒന്നും സീറ്റ് കിട്ടിയില്ല. കുറച്ചു നേരമൊക്കെ നിന്നിട്ടാണ് പിന്നെ ഞങ്ങൾക്ക് ഒന്ന് ഒഴിവൊക്കെ വന്നപ്പോ ഞങ്ങൾ കയറിയിരുന്നത്. ഇത് ഞാൻ ജസ്റ്റ് ഒന്നൊരു വീഡിയോ എടുത്തതാണ്. നമ്മൾ ഒരു സ്റ്റേഷൻ വിട്ടു പോകുമ്പോൾ അവിടുത്തെ കാഴ്ചകൾ ഒന്ന് കാണാം എന്ന് കരുതി ക്യാപ്ചർ ചെയ്തൊരു വീഡിയോ ആണ്. നമുക്ക് ഓരോ സ്റ്റേഷനിലും വെയിറ്റ് ടൈം വന്നിട്ട് 5 to 6 seconds മാത്രമേ വരുന്നുള്ളൂ. അതിനകം തന്നെ ഓട്ടോമാറ്റിക് ഡോർ ക്ലോസ് ചെയ്യുന്നു. നമ്മൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. മെട്രോയിൽ നമ്മൾ കയറുമ്പോൾ നമ്മുടെ കയ്യിലുള്ള കോയിൻ സ്കാൻ ചെയ്ത് കയറണമെങ്കിൽ തിരിച്ചു വരുമ്പോൾ അത് അവിടെ ഇൻസേർട്ട് ചെയ്യാണ് ചെയ്യേണ്ടത്. അവിടെ ചെറിയൊരു കൺഫ്യൂഷൻ വന്നതാണ് അവിടെ ഇപ്പം നമ്മൾ കണ്ടത്. നമുക്കിപ്പോൾ ഐക്യയിൽ നമ്മുടെ നാട്ടിൽ ലുലുവിലേക്കൊക്കെ ഉള്ളതുപോലെ മെട്രോ സ്റ്റേഷനിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ആയിട്ട് ഒരു ബ്രിഡ്ജ് വെച്ചേക്കുകയാണ്. അപ്പം നമുക്ക് പുറമേക്ക് ഇറങ്ങി പോകേണ്ട കാര്യമില്ല. നമുക്ക് ഡയറക്റ്റ്ലി നമുക്ക് ഐക്യയുടെ ഉള്ളിലേക്കായിട്ട് കടക്കാം. അപ്പം ഇതാണ് നമ്മുടെ ബാംഗ്ലൂരിലുള്ള ഐക്യ സ്റ്റോർ. നമ്മൾ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി നമുക്ക് ഡയറക്റ്റ്ലി അങ്ങോട്ടേക്ക് ഞങ്ങൾ നടന്നു പോകുന്നതാണിത്. ഇപ്പൊ നമ്മൾ സ്റ്റോറിനകത്ത് ക്യാരി ബാഗ് എടുക്കുന്നതിനെ കമന്റ് ചെയ്യാണ്, എന്തിനാവോ ഈ ക്യാരി ബാഗ് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഷോപ്പിംഗ് ഇസ് ഫൺ, സോ വി നീഡ് എ ബാഗ്. ഇപ്പൊ കുറെ നേരമായി ഞങ്ങൾ വീഡിയോയിൽ ഐക്യ എന്ന് പറയുന്നു. അപ്പൊ എന്താണ് ഈ സംഭവം? നിങ്ങളിപ്പോ കാണുന്നത് സ്റ്റോറിന്റെ ഇന്റീരിയർ ആണ്. ഇവരൊരു വളരെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള കുറെ അധികം കൺട്രീസിൽ സ്റ്റോർ ഉള്ള ഒരു ഫർണിച്ചർ മേഖലയിൽ വളരെ പ്രശസ്തി നേടിയിട്ടുള്ള ഒരു ബിസിനസ് ചെയിൻ ആണ്. അപ്പൊ ഇവർക്ക് വന്നിട്ട് വളരെ ഈസിലി നമുക്ക് അസംബിൾ ചെയ്യാൻ പറ്റുന്ന ഫർണിച്ചേഴ്സ് ആണ് ഇവരുടെ ഒരു മെയിൻ ഐക്കൺ എന്നൊക്കെ പറയുന്നത്. എന്ന് കരുതി ഫർണിച്ചർ മാത്രമല്ല ഇവരുടെ സ്റ്റോറിലുള്ളത്. പിന്നെ ഇവരുടെ സ്റ്റോറിൽ ഞാൻ ആദ്യത്തെ തവണ പോയപ്പോ തന്നെ അതിനെ വേറിട്ട് നിർത്തുന്ന, വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവര് റൂംസ് ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചേക്കാണ്. നമ്മളിപ്പോ ഒരു സാധാരണ ഒരു ഫർണിച്ചർ ഷോപ്പിൽ പോയിട്ട് നമുക്ക് സോഫ വേണമെന്നോ അല്ലെങ്കിൽ ഈസി ചെയർ വേണമെന്നോ എന്നും പറയുന്ന പോലെ അല്ല ഇവിടെ. ഇവിടെ അവര് റൂമായിട്ട് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് ഐഡിയ തരികയാണ് ഏത് റൂം എങ്ങനെ ചെയ്യണം എന്നുള്ളത്. അത് കഴിഞ്ഞാൽ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ റൂമിലത്തെ ഫർണിച്ചേഴ്സ് അവിടെ അവൈലബിൾ ആണ്. വേറെ കുറെ മോഡൽ ഓഫ് ഫർണിച്ചേഴ്സ് അവൈലബിൾ ആണ്. ഇനിയിപ്പോ ചിലപ്പോൾ അവിടെ വിരിച്ചിട്ടുള്ള ഒരു ബെഡ്ഷീറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു പില്ലോ കവർ ആയിരിക്കും. അങ്ങനെ ഓരോ കാര്യങ്ങളും അവര് വേറെ വേറെ കമ്പാർട്ട്മെന്റ് ആയിട്ട് വെച്ചിട്ട് നമുക്ക് അവിടെ നിന്ന് ഷോപ്പ് ചെയ്യാം. നിങ്ങളിപ്പോ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒരു ഫർണിച്ചറിന്റെ തന്നെ, ഇപ്പൊ ഒരു ചെയർ തന്നെ ഫോർ എക്സാമ്പിൾ എത്ര വെറൈറ്റി ആണ് അവർ സെല് ചെയ്യുന്നത് എന്നുള്ളത് അവരെ യുണീക്ക് ആക്കുന്ന ഒരു എലമെന്റ് ആണ്. എത്ര ചെറിയ സ്പേസിൽ നമുക്ക് എത്ര ഭംഗിയായിട്ടും ഭയങ്കര വെറൈറ്റി ഐഡിയാസും കൊണ്ട് അറേഞ്ച്മെന്റ് ചെയ്യാം, അല്ലെങ്കിൽ കാര്യങ്ങളെ ഭംഗിയാക്കാം എന്നുള്ളൊരു ഐഡിയ ആണ് നമുക്ക് ഐക്യ സ്റ്റോറിൽ ചെല്ലുമ്പോൾ കിട്ടുന്നത്.
പിന്നെ ഇവരുടെ ഏറ്റവും വലിയൊരു പോയിന്റ് എന്ന് പറയുന്നത്, ഇപ്പൊ ഞങ്ങൾ ഇന്ന് പോയ ബാംഗ്ലൂരിലത്തെ സ്റ്റോർ ജസ്റ്റ് 2 ഫ്ലോറേ ഉള്ളൂ. പക്ഷെ എത്ര ഏരിയയിലാണ് അത് എലാബറേറ്റ് ആയി കിടക്കുന്നത് എന്ന് എനിക്കറിയില്ല. പക്ഷെ അത്ര അധികം ഏരിയ നടന്ന് തന്നെ നമ്മൾ കാണാനുണ്ട്. അതും ഇപ്പൊ നമ്മൾ ഈ കാണുന്ന റൂമില് ഇപ്പൊ ഫോർ എക്സാമ്പിൾ എനിക്ക് ആ ലൈറ്റ് ഇഷ്ടമായി, ആ ലൈറ്റിന്റെ മുകളിൽ ഒരു ടാഗ് ഉണ്ട്. ആ ടാഗിന്റെ മുകളിലെ നമ്പർ നമ്മൾ നോട്ട് ചെയ്താൽ മതി. ഈ ആദ്യം തൊട്ട് അവസാനം വരെ നമ്മൾ ആ പ്രൊഡക്റ്റ് ക്യാരി ചെയ്ത് നടക്കണ്ട. നമുക്ക് ഇവിടെ താഴെ നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോർ കാണിക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ആ പ്രൊഡക്റ്റിന്റെ കോഡ് വെച്ച് നമുക്ക് ആ പ്രൊഡക്റ്റ് പിക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പൊ നമുക്ക് ഇവിടെ ഫ്രീ ഹാൻഡായി നടന്ന് അവിടുത്തെ എല്ലാ അവരുടെ ഡിസ്പ്ലേ വെച്ചിരിക്കുന്ന ഫർണിച്ചർ ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തൊരു എലമെന്റ് ആയിക്കോട്ടെ നമുക്കത് ആസ്വദിച്ച് അവസാനം നമുക്കത് ക്യാരി ചെയ്ത് പോയാൽ മതി. ഇപ്പൊ ഞങ്ങൾ ഇന്ന് പോകുന്ന സമയത്ത് അവിടെ നമ്മുടെ ദസറയുടെ സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രൊഡക്ട്സിന് നല്ല വില കുറവുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇവിടെ വിചാരിക്കും ഇത്ര വലിയ സ്റ്റോർ അല്ലേ, ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊഡക്ട്സും അവർക്കുണ്ട്. എന്നാൽ അവരുടെ സ്റ്റാർട്ടിംഗ് ആയിട്ട് വരുന്ന വെറും 29 രൂപയ്ക്ക് അവർക്ക് സ്പൂണിന്റെയും പ്ലേറ്റിന്റെയും ഒക്കെ സെറ്റുകളും അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാ തരക്കാർക്കും നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും ഒരു എലമെന്റ് നമുക്ക് മേടിക്കാനായിട്ട് സാധിക്കും. അത് കിച്ചൺ ഓർഗനൈസേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ലിവിംഗ് ഹാൾ ഓർഗനൈസിങ് ആയിക്കോട്ടെ. ഓർഗനൈസിങ് മാത്രമല്ല ഡെക്കറേഷനും എസെൻഷ്യൽ ഐറ്റംസും എല്ലാം നമുക്ക് ഐക്യയിൽ അവൈലബിൾ ആണ്. എന്റെ ഒരു ധാരണ ശരിയാണെങ്കിൽ ഇന്ത്യക്കകത്ത് വന്ന് 3 ഐക്യ സ്റ്റോറുകളാണ് ഉള്ളത്. ഒന്ന് ഹൈദരാബാദ്, ഒന്ന് മുംബൈ, ഒന്ന് ബാംഗ്ലൂർ. 3 സ്റ്റോറും വലിയ സ്പേസിലാണ് എലാബറേറ്റ് ആയിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഐക്യയിലേക്ക് പോകുന്നതിന് മുന്നേ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കംഫർട്ടബിൾ ഫുട്വെയർ ആയിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ നടന്ന് അവസാനം എത്തുന്നതിന് മുൻപ് തന്നെ നമ്മൾ ടയേർഡ് ആവും. പക്ഷെ അത്രയധികം കാര്യങ്ങൾ കാണാനുണ്ട്. അപ്പൊ നമുക്ക് ഇടയിൽ വെച്ച് ടയേർഡ് ആയിട്ട് അവിടെ വെച്ച് ഇട്ടോണ്ട് പോകാനൊന്നും പറ്റില്ല, തോന്നില്ല നമുക്ക്. നമ്മൾ ഇങ്ങനത്തെ ഒരു സ്റ്റോർ, ഇങ്ങനത്തെ ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് നമുക്ക് ഐക്യത്തെ വരുമ്പോൾ മാത്രമേ കിട്ടുള്ളൂ. അതും ഒരു കാര്യം പറയാനുള്ളത്, അറ്റ്ലീസ്റ്റ് വൺസ് നമ്മൾ ഇന്ത്യയിലത്തെ ഐക്യെങ്കിലും ഒന്ന് വിസിറ്റ് ചെയ്യണം, പുറമേത്തെ അല്ലെങ്കിലും. കാരണം നമുക്കതൊരു ന്യൂ എക്സ്പീരിയൻസ് ആണ്, ഫ്രഷ് ഐഡിയാസ് ആണ്. ഇപ്പൊ ഈ കട്ട്ലറീസ് തന്നെ അവർ അറേഞ്ച് ചെയ്തിരിക്കുന്ന ആ ഒരു രീതി, ഇതിന്റെ അറേഞ്ച് ചെയ്ത ബോർഡ് അവൈലബിൾ ആണ് മേടിക്കാൻ, അറേഞ്ച് ചെയ്തിരിക്കുന്ന ഓരോ കട്ട്ലറീസും അവൈലബിൾ ആണ് മേടിക്കാൻ. അങ്ങനെ അവര് അറേഞ്ച് ചെയ്തിട്ടുള്ള ഓരോ എലമെന്റ്സിനെയും നമുക്ക് പിക്ക് ചെയ്തെടുക്കാം. ഇനിയിപ്പോ അവര് കാണിക്കുന്ന ഈ ലാമ്പും ലാമ്പ് ഷെയ്ഡും എല്ലാം സെപ്പറേറ്റ്ലി അവൈലബിൾ ആണ്. എനിക്ക് ഈ ഐഡിയ ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് കിച്ചൺ ആൻഡ് ഡൈനിങ് ഹാൾ ഭയങ്കര ഇഷ്ടമായി. അതൊരു യുണീക്ക് ആയിട്ട് ഫീൽ ചെയ്തു. ഇനി അവിടെ നമുക്ക് കിച്ചൺ അറേഞ്ച്മെന്റ് കാണാം, ലിവിംഗ് ഹാൾ ഉണ്ട്, ബെഡ്റൂംസ് ഉണ്ട്, കിഡ്സ് ഏരിയ ഉണ്ട്. അങ്ങനെ നമുക്ക് ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ മുറികളും എത്ര ഭംഗിയായിട്ടാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഭയങ്കര ക്ലാസിക് ലുക്ക് ഉള്ളതുണ്ട്. അല്ലെങ്കിൽ കുട്ടികളുടെ മുറികളാവുമ്പോൾ അതിന് അതിൻ്റെതായ ഒരു ഭംഗി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഏത് രീതിയിലാണോ അറേഞ്ച് ചെയ്യേണ്ടത് അതിനുള്ള ഓപ്ഷൻ, അതിനുള്ള ഒരു നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ തരുന്ന പോലെയാണ്. ഏത് വേണം, ഏതാണ് പിക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ആകെ മൊത്തം ഒരു കൺഫ്യൂഷൻ വരുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഐക്യയിൽ ചെന്ന്. ഞാൻ ഈ എടുത്തിരിക്കുന്ന കുഞ്ഞ് പ്ലാന്റ് ഒരു ടേബിൾ ഡെക്കറേഷന് വേണ്ടിയിട്ട് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങളിത് 3ാമത്തെ തവണയാണ് ഐക്യ വിസിറ്റ് ചെയ്യുന്നത്. ആദ്യത്തെ തവണ ഞങ്ങൾ ബാംഗ്ലൂർ വന്നപ്പം ഞങ്ങൾക്ക് കുറച്ച് എസെൻഷ്യൽ, കുറച്ച് ഈസ്തറ്റിക് ആയിട്ടുള്ള എലമെന്റ്സ് ചൂസ് ചെയ്യാൻ വേണ്ടി പോയതായിരുന്നു. 2ാമത്തെ തവണയും ഏതോ ഒരു ഫെസ്റ്റിവലുമായിട്ട് റിലേറ്റ് ചെയ്ത് ഞങ്ങള് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് ലിസ്റ്റ് ഇട്ട് പോയതായിരുന്നു. ഇന്ന് പോകുമ്പോൾ പെർട്ടിക്കുലർലി ഒന്നും തന്നെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല. ഒരു കാര്യം ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു സോഫ്റ്റ് ടോയ് ആയിരുന്നു. അതല്ലാതെ വേറെ ഒന്നും തന്നെ ലിസ്റ്റിൽ ഇല്ലാതെ പോയതാണ്. എന്നാലും നമ്മൾ കുറെ സാധനങ്ങൾ മേടിക്കും. അങ്ങനെയാണ് ഐക്യയുടെ കളക്ഷൻ ഓഫ് പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. നമ്മൾ വെറുതെ ഒരു കടയിൽ പോയി കാണുന്ന പോലെ ഒരു ബെഡ് അല്ലെങ്കിൽ ഒരു മാട്രസ് അങ്ങനെയൊന്നുമല്ല. ബെഡിനും മാട്രസിനും കുഷ്യനും പില്ലോ കവേഴ്സിനും ബെഡ്ഷീറ്റിനും എന്തിനും വേണം. ഒരു ബെഡ്റൂമിൽ നമ്മൾ വിചാരിക്കാത്ത അത്ര എലമെന്റ്സിന് പോലും വെറൈറ്റി ആണ്. ഇപ്പൊ ഈ കാണുന്ന ഏരിയ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കിഡ്സ് ഏരിയയില് അവര് എന്ത് ഭംഗിയായിട്ടാണ് അവര് ബെഡ് അറേഞ്ച്മെന്റ്, ഈവൻ ബെഡ് എന്നല്ല, ആ ഹോൾ കിഡ്സ് റൂമിനെ എങ്ങനെ ഭംഗിയാക്കാം എന്നൊരു എക്സാമ്പിൾ ആയിരുന്നു ഇന്ന് കണ്ട കുറെ മോഡലുകള്. ഈ ബെഡ്റൂം എനിക്ക് ഇഷ്ടായില്ല എന്ന് പറഞ്ഞപ്പോ ബബിയനെ കളിയാക്കാണ്, എന്താണ് ഈ ബെഡ്റൂമിന് ഒരു കുഴപ്പം. എനിക്ക് എന്തോ ആ ബെഡ് ആ റൂമിൽ ഭയങ്കര വലുതായി തോന്നി.
പക്ഷെ കഴിവും നല്ലപോലെ ചിന്തിച്ചും ചെയ്യുന്ന ആൾക്കാരെ അറേഞ്ച് ചെയ്തിട്ടുള്ള റൂമാണ്. അതിന്റെ ഈസ്തെറ്റിക് ലുക്ക് അതായിരിക്കും. ഞാൻ എന്റെ ഒപ്പീനിയൻ പറഞ്ഞു എന്ന് മാത്രം. പക്ഷെ എനിക്ക് അതിന്റെ ഫ്ലോറിങ് ഭയങ്കര ഇഷ്ടമായി. ഞാൻ അതാണ് പറഞ്ഞത്, ഒരു റൂമിൽ പോലും നമുക്ക് ഒരു മൊത്തത്തിൽ നമുക്ക് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞു പോരാൻ അവരവസരം തരുന്നില്ല. എല്ലാ മുറിയിലും എന്തെങ്കിലും ഒരു എലമെന്റിൽ നമ്മളെ അവർ വീഴ്ത്തും. അത് അവരുടെ ക്രെഡിറ്റ് ആണ്. ഈ മുറി ഗെയിമേഴ്സ് പാരഡൈസ് എന്നാണ് അവർ പേരിട്ടിരിക്കുന്നത്. മേ ബി ഒരു ഗെയിമറിനെ സംബന്ധിച്ചിടത്തോളം ഈ മുറി ആയിരിക്കാം അയാളുടെ പാരഡൈസ്. ഞാനൊരു ഗെയിമർ അല്ല, അതുകൊണ്ട് എനിക്ക് അതിനെ കുറിച്ച് അധികം പറയാൻ അറിയില്ല. പിന്നെ നമുക്ക് ഡ്രസ്സിങ് ഏരിയയിലും ഇപ്പൊ ഞാൻ കാര്യമായിട്ട് ആ കബേർഡൊക്കെ തുറക്കണ കണ്ടാൽ തോന്നും നമ്മളിപ്പോ പോയേക്കുന്ന ആ കബേർഡ് മേടിക്കാനാണ്. പക്ഷെ അങ്ങനത്തെ ഒരു ഫീലാണ് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടത് അല്ലെ. അപ്പൊ ആ കബേർഡൊക്കെ ഒന്ന് ആസ്വദിച്ചു, അതിലത്തെ ഫെസിലിറ്റീസ് എല്ലാം ഒന്ന് കണ്ടു. ഇവർക്ക് നല്ല കളക്ഷൻ ഓഫ് ഏതൊരു പ്രൊഡക്റ്റ് ആയാലും അതിന്റെ സിംഗിൾ പീസ് അല്ല, എല്ലാം കുറെ കളക്ഷൻ ഉണ്ട്. ഈ റൂം ഒരു കിഡ്സ് റൂം ആയിരുന്നു, ബോയ്സ് തീമിൽ ചെയ്തത്. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കണ്ടത് ഒരു ഗേൾസ് തീമിലുള്ള കിഡ്സ് റൂം ആയിരുന്നു. ആ മുറിയത്തെ എല്ലാ പീസ് ഓഫ് ഫേർണിച്ചർ തൊട്ട് ബെഡ്ഷീറ്റ് എല്ലാ സാധനങ്ങളും അവർ ഇത്ര ഭംഗിയായിട്ടാണ് ആ കോമ്പിനേഷൻ വരുത്തിയിരിക്കുന്നത്. ഇതും ഒരു കിഡ്സ് റൂമാണ്. ഇത് പെർട്ടിക്കുലർലി ഒരു ജെൻഡർ ഇല്ലാതെ തന്നെ അവര് അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ്. പാരന്റ്സിന് ഒരു വൈഡ് ഓപ്ഷൻ എന്നുള്ള പോലെ അതില് കുഞ്ഞു കട്ടിലും കുഞ്ഞു ബെഡ്ഷീറ്റ് ഒക്കെ വിരിച്ച്, ഇനിയിപ്പോ ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ അതിലത്തെ പ്രൊഡക്ട്സ് അവർ പുറത്ത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതിന്റെ തന്നെ കുറെ വെറൈറ്റി. അപ്പൊ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ നിന്നും എടുക്കാം. റൂമിലത്തെ ഇഷ്ടമായില്ല, നിങ്ങളുടെ സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് കുറെ കുഞ്ഞ കസേരകളും കുഞ്ഞ് പഠിക്കണ ടേബിളുകളും അതുപോലെ തന്നെ സോഫ്റ്റ് ടോയ്സിനും അവർക്ക് നല്ല കളക്ഷൻ ഉണ്ട്. അവരുടെ സോഫ്റ്റ് ടോയ്സ് റിയലി സോഫ്റ്റ് ആൻഡ് ഭയങ്കര കഡിൽ ചെയ്യാൻ പറ്റുന്ന പോലത്തെ ടോയ്സ് ആണ്. ആൻഡ് ഐ ചോസ് വൺ ഫോർ മൈസെൽഫ്. കാരണം ഐ എം എ കിഡ് അറ്റ് ഹാർട്ട്. ഞാൻ വലുതായിന്ന് എനിക്ക് എന്റെ ശരീരം കൊണ്ട് മാത്രമേ ഫീൽ ചെയ്യുന്നുള്ളൂ. ഇപ്പൊ ഇവിടെ അവര് ആ റൂം ഡെക്കറേറ്റ് ചെയ്യാനുള്ള വാൾ ലാംപ്സും എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോ ഒരു പുലീനെയും ഒരു ആനക്കുട്ടീനെയും പിടിച്ചിട്ട് ബബിയുടെ അടുത്ത് ചൂസ് ചെയ്യാൻ പറയാണ്, വിച്ച് വൺ ഷുഡ് ഐ പിക്ക് എന്നുള്ളത്. ഐ വാസ് ലൈക്ക് ഓൾമോസ്റ്റ് ഷുവർ വിത്ത് ദ എലിഫന്റ് തിങ്, ബട്ട് ഓക്കെ ബബിയും കൂടി ചൂസ് ചെയ്തിട്ട് അതങ്ങ് എടുക്കാമെന്ന് കരുതി നിൽക്കുകയാണ്. എന്റെ മുഖത്തെ എക്സൈറ്റ്മെന്റ് കണ്ടാൽ അറിയാം ഞാൻ എത്രമാത്രം ഇഷ്ടപ്പെട്ടിട്ടാണ് ആ ടോയ് എടുക്കുന്നത് എന്നുള്ളത്. പിന്നെ അവിടെ കുറെ ഡൈനോസേഴ്സ്, ടോർട്ടസ്, അങ്ങനത്തെ വേറെ കുറെ സോഫ്റ്റ് ടോയ്സും ഉണ്ടായിരുന്നു. ഈ ഏരിയ ആക്ച്വലി പിള്ളേര് വന്നു കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ ആണ്. ഇവിടെ എനിക്ക് വരെ ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ ആണ്. പിന്നെ നമ്മൾ കുഞ്ഞു പിള്ളേർക്കുള്ള ഹൈ ചെയർ, അങ്ങനെ എല്ലാ ഓപ്ഷൻസും ഉണ്ട്. ഇനി നടന്ന് തളർന്നിട്ട് നമ്മൾ ടെൻഷൻ അടിക്കണ്ട, നമുക്ക് അവിടെ ഫുഡ് കോർട്ട് ഉണ്ട്. ഫുഡ് കോർട്ടിൽ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നില്ലെങ്കിൽ നമുക്ക് ആദ്യം തന്നെ പേയ്മെന്റ് ചെയ്ത് ഇപ്പൊ ഈ കാണുന്ന കൗണ്ടറിൽ നിന്ന് മേടിക്കാം. അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന് പോയ പോലെ നമ്മൾ ഒരു ട്രോളി എടുക്കുന്നു, അതിൽ ട്രേ വെക്കുന്നു, നമുക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ഫുഡും നമ്മൾ അതിലേക്ക് ചൂസ് ചെയ്ത് വെച്ചതിന് ശേഷം പുറമേക്ക് ഇറങ്ങുന്ന നേരത്താണ് ചെക്ക് ഔട്ട് ചെയ്യുന്നത്. അപ്പോഴാണ് നമ്മള് പൈസ അടക്കുക. ബേസിക്കലി ഒരു ബുഫേ സിസ്റ്റം. പക്ഷെ ഒരു സെറ്റ് എമൗണ്ടിന് എത്ര വേണേലും ഫുഡ് എന്നുള്ളതിന് പകരം ഏത് ഫുഡ് വേണമെങ്കിലും എടുത്തോ, അതിനുള്ള പൈസ മാത്രം നമ്മൾ അടച്ചാൽ മതി. അവിടെ ഡെസേർട്സിന് കുറെ ഓപ്ഷൻ ഉണ്ടായിരുന്നു, അതുപോലെ വെജ് നോൺ വെജ് ഉണ്ടായിരുന്നു. ഞങ്ങള് ഒരു ചീസ് കേക്ക് എടുത്തു, ബിക്കോസ് വി ബോത്ത് ആർ ചീസ് കേക്ക് ലവേഴ്സ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മള് രണ്ട് പൊറാട്ടയും പിന്നെ അതുപോലെ കുറച്ച് മലബാർ ചിക്കൻ കറിയും ഒക്കെ എടുത്തിട്ടാണ് പോന്നത്. പിന്നെ നമ്മൾ ഒരു ആംപാന എടുത്തിരുന്നു, ഒരു ബോട്ടിൽ ഓഫ് മിനറൽ വാട്ടർ എടുത്തിരുന്നു. ഞങ്ങൾ എടുത്ത ഫുഡ് ഞങ്ങൾ കാണിച്ചു തരാം. ഞങ്ങളിവിടെ അവൈലബിൾ ആയിട്ടുള്ള ഫുഡ് റേഞ്ച് ആണ് ഇപ്പൊ കാണിക്കുന്നത്. ക്രോസൻസ് ഉണ്ടായിരുന്നു, സാൻഡ്വിച്ചസ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ വൈഡ് വെറൈറ്റി ഓഫ് ഡെസേർട്സ് ഉണ്ടായിരുന്നു. ആസ് യു ക്യാൻ സി മഫിൻസ് ഉണ്ടായിരുന്നു, കുക്കീസ് ഉണ്ടായിരുന്നു. സോ ഇറ്റ് വാസ് ഓൾ ഫ്രഷ്ലി ബേക്ഡ് ആൻഡ് ഇറ്റ് വാസ് ഓൾ ഡെലീഷ്യസ്. നമ്മൾ എടുക്കുന്നതിനനുസരിച്ച് തന്നെ അവർ റീഫിൽ ചെയ്യുന്നുണ്ടായിരുന്നു. ദ ക്യൂ വാസ് ടു ലോങ്. നമ്മൾ കുറച്ചധികം നേരം വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഫുഡിന്റെ ഭാഗത്തേക്ക് തന്നെ എത്തിയത്. ബട്ട് അഗൈൻ അവിടുത്തെ സ്പേസും പിന്നെ അതുപോലത്തെ അറേഞ്ച്മെന്റും ഒക്കെ അത് നമ്മൾ മൈൻഡ് ചെയ്യണമായിരുന്നു. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങൾ എടുത്ത ഫുഡ്. ഞാൻ ഈ പറഞ്ഞതിലൊരു ഇതെല്ലാം കവർ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് നമ്മൾ താഴെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് ഇറങ്ങി. ഗ്രൗണ്ട് ഫ്ലോറിലാണ് നമ്മൾ മുകളിൽ കണ്ട എല്ലാ പ്രൊഡക്ട്സും അവര് ഒരുമിച്ച് അങ്ങ് വെച്ചേക്കുന്നത്. അപ്പോ നമ്മൾക്ക് എന്ത് നമുക്ക് അവിടെ നിന്ന് പിക്ക് ചെയ്യാം. ഇനി ഗ്രൗണ്ട് ഫ്ലോറിൽ എത്തിക്കഴിഞ്ഞാൽ അവരവിടെ റൂമുമായിട്ടല്ല അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അവരവിടെ ഇതുപോലെ പ്രൊഡക്ട്സ് അങ്ങ് ഡിസ്പ്ലേ ചെയ്തേക്കാണ്. അപ്പോഴും ഒരു മുറിയത്തെ സാധനങ്ങൾ തന്നെയാണ്. ഇതിപ്പോ കാണുന്നത് നമ്മൾ കിച്ചണത്തെ ഐറ്റംസ് ആണ്. അപ്പൊ ആ കിച്ചണത്തെ ഐറ്റംസ് തന്നെയാണ് അവർ ഫുൾ ഏരിയയിൽ അങ്ങ് അറേഞ്ച് ചെയ്തേക്കുന്നത്.
അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോകുമ്പോൾ അടുത്ത എലമെന്റ്സ് അവർ അങ്ങനെ ഒരുമിച്ച് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോ കിച്ചണിലേക്ക് എന്തൊക്കെ വേണം എന്നുള്ളത് ചെറിയൊരു ധാരണയായിട്ടാണ് നമ്മൾ പോണെങ്കിൽ അവിടെ കാണുമ്പോൾ നമുക്ക് ഈസിലി നമുക്കത് പിക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ നേരത്തെ കണ്ട കിച്ചണിൽ അവര് ഒരു കിച്ചണായിട്ട് സെറ്റ് ചെയ്തിരിക്കുകയായിരുന്നല്ലോ. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇവിടെ വരുമ്പോൾ ആ കൺഫ്യൂഷൻ അങ്ങ് മാറിക്കിട്ടും. കാരണം ഇവിടെ എല്ലാ പ്രൊഡക്ട്സും വെച്ചിരിക്കുകയാണ്. പിന്നെ ഇവരുടെ ഒരു വേറെ വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ലിഡും അതുപോലെ കണ്ടെയ്നറും സെപ്പറേറ്റ് ആയിട്ട് തന്നെ സെയിലിംഗ് ആണ്. അപ്പോൾ നമ്മുടെ ലിഡിന് മാത്രം ഇപ്പൊ എന്തെങ്കിലും പ്രശ്നം വന്നാൽ നെക്സ്റ്റ് ടൈം പോകുമ്പോൾ ലിഡ് മാത്രം മേടിച്ചാൽ മതി, വീണ്ടും കണ്ടെയ്നർ മേടിക്കണ്ട. ഒരുപാട് കുഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെടാതിരുന്നത് എന്റെ കയ്യിലുള്ള കുഷന്റെ സൈസിനുള്ള കവർ ഉണ്ടായിരുന്നില്ല. അവരതിന്റെ കുഷൻ മാത്രമേ വിൽക്കുന്നുള്ളൂ, കവർ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ട എല്ലാ കുഷൻസും വലിയ സൈസായിരുന്നു. ആ കുഷൻ എന്റെ കയ്യിലില്ല. അപ്പൊ എന്ത് ചെയ്യും? മേടിക്കണ്ടെന്ന് വെക്കും. എന്നിട്ട് നമ്മൾ അടുത്ത ഭാഗത്തേക്ക് മൂവ് ഓൺ ചെയ്യും. കുഷൻസ് ഒരുപാടുണ്ടായിരുന്നു. ഞാൻ കുറെ നേരമൊക്കെ നിന്നു. എന്നാലും ബബ്ബി ചോദിച്ചില്ല കുഷൻ വേണോന്ന്. അതുകൊണ്ട് പിന്നെ കുഷനും കൊടുത്തില്ല, കവറും കൊടുത്തില്ല. എല്ലാം കണ്ട് ആസ്വദിച്ചു. മനസ്സിൽ നിറച്ചിട്ട് നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോയി. കുഷന്റെ വെറൈറ്റി ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ബബ്ബി ഏരിയ മൊത്തം കവർ ചെയ്തത്. അതുപോലെ തന്നെ നമുക്ക് ബെഡ്ഷീറ്റ്സ് ഉണ്ടായിരുന്നു, അതുപോലെ സോഫ ത്രോസ് ഉണ്ടായിരുന്നു. സോഫ ത്രോസിന്റെ നല്ല റിച്ച് കളക്ഷൻ ഉണ്ടായിരുന്നു. ആൻഡ് അത്ര റേറ്റ് കുറവും അല്ലായിരുന്നു, നല്ല എക്സ്പെൻസീവ് തന്നെയായിരുന്നു. ഇതൊക്കെ ബെഡിനും മാട്രസിനും ഉള്ള പ്രൊട്ടക്ഷൻ കവേഴ്സ്, പിന്നെ അതുപോലെ വാം ആക്കി വെക്കാനുള്ളത്, കൂളാക്കി വെക്കാനുള്ളത്, അങ്ങനെ കുറെ ഡിഫറെന്റ് ആയിട്ടുള്ള എലമെന്റ്സ് ആയിരുന്നു. പിന്നെ പില്ലോസ്, വെറൈറ്റി ഓഫ് പില്ലോസ്, അതിനുള്ള കവറുകൾ, അതിനുള്ള പ്രൊട്ടക്ഷൻ സ്ക്രീൻസ് പോലത്തെ ഉള്ളത്. അങ്ങനെ ഓരോ സെക്ഷൻ അവര് അതിനനുസരിച്ചാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് സാധനങ്ങൾ ചൂസ് ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ട് വരരുത്. കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ് നമ്മളിവിടെ ചെന്ന കാണുന്നത്. ഇത് കാണുന്നത് ബെഡ്ഷീറ്റ്സ് ആണ്. നമുക്കിങ്ങനെ അവര് വിരിച്ചിട്ടിരിക്കുമ്പോ നമുക്കത് ഡിസൈൻ കണ്ട് മനസ്സിലാക്കി നമ്മുടെ മുറിക്ക് ചേരുവോ എന്നൊക്കെ നോക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇത് ബാത്റൂമിലത്തെ എലമെന്റ്സ് അവർ വെച്ചേക്കാണ്. അപ്പൊ നമുക്ക് ഒരു ബാത്റൂം, നമ്മുടെ ബാത്റൂം എങ്ങനെ ഇരിക്കണം, എത്ര ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടും. ഇത് അവരൊരു കളർഫുൾ പില്ലോ ത്രോസ് സെറ്റ് ആണ് കാണിച്ചിരിക്കുന്നത്. കളർഫുള്ളും ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സോളിഡ് ലൈറ്റ് ഷെയ്ഡ്സ് താല്പര്യമുള്ളവർക്ക് അങ്ങനത്തെയും അവൈലബിൾ ആണ്. ഇതൊക്കെ നമ്മുടെ ഡെസ്ക് ഓർഗനൈസേഴ്സ് ആയിരുന്നു. ഇറ്റ് വാസ് ലൈക്ക് റിയലി ഗുഡ് കളക്ഷൻ. പക്ഷെ പ്രത്യേകിച്ച് ഒന്നും ഡെസ്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാനില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ആ ഭാഗം ചുമ്മാ അങ്ങ് നടന്ന് കണ്ട് വിട്ടു എന്ന് വേണം പറയാനായിട്ട്. അതുപോലെ ഇങ്ങനത്തെ ഭംഗിയുള്ള ബാസ്കറ്റ്സ്, ട്രേസ് ഒക്കെ എന്താ പറയാ, നല്ലൊരു ഈസ്തറ്റിക് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ യുണീക്ക് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് നമ്മുടെ വീടിന് ആഗ്രഹിക്കുന്നതെങ്കിൽ യു ഷുഡ് ഡെഫിനറ്റ്ലി വിസിറ്റ് അയക്കാം. ഇനി സ്റ്റോറി വന്ന് തന്നെ കാണണം എന്നില്ല കേട്ടോ. ഇവർക്ക് ഓൺലൈനായിട്ട് ഇവരുടെ ആപ്പ് ഉണ്ട്, ഇവരുടെ വെബ്സൈറ്റ് ഉണ്ട്, അങ്ങനെയും പർച്ചേസ് ചെയ്യാം. ഡെലിവറി ചാർജ് വരുന്നുണ്ട്. ആ ഡെലിവറി ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മുടെ വീട്ടിൽ കൊടുന്ന് തരും. ഇപ്പൊ നമ്മൾ ഈ സ്റ്റോറിൽ നേരിട്ട് ചെന്നു, നമ്മളിപ്പോ ഒരു കട്ടില് മേടിച്ചു എന്ന് വെക്കുക, നമ്മളത് എങ്ങനെ വീട്ടിൽ കൊണ്ടുപോകും? അതും അവർ ഡെലിവറി ചെയ്യും. ഈ കാണുന്നത് അവരുടെ ബൾബുകളുടെ ലൈറ്റ്സിന്റെ സെക്ഷൻ ആയിരുന്നു. ഇറ്റ് വാസ് ടു ഹ്യൂജ്. കണ്ടോ, ക്രിസ്മസ് ഓൾറെഡി ഹൈക്കയിൽ വന്നു കഴിഞ്ഞു. ഇത് പക്ഷെ ക്രിസ്മസിന്റെ ജസ്റ്റ് ഒരു സ്മോൾ സെക്ഷൻ ആണ്. ഇനി ക്രിസ്മസ് ആവും തോറും കുറേം കൂടിയും ഡെക്കറേഷൻ പ്രൊഡക്ട്സ്, സ്റ്റാർ മാത്രമല്ല ലൈറ്റ്സിലായാലും ക്രിസ്മസ് ട്രീ ഡെക്കറേഷൻസിലായാലും ഒക്കെ നല്ലൊരു വൈഡ് കളക്ഷൻ തന്നെ അവർക്ക് ഉണ്ട്. ഞങ്ങൾ ഒരു തവണ പോയപ്പോൾ ആ സമയമായിരുന്നു, അതുകൊണ്ടാണ് ഇത്ര ഉറപ്പിൽ പറയാൻ പറ്റിയത്. ഇതൊക്കെ നമ്മുടെ ഹാളിലേക്കും ഒക്കെ ഭംഗിയാക്കാനുള്ള ലൈറ്റുകള്, പിന്നെ അതുപോലെ മിററിൽ നമ്മള് മേക്കപ്പ് ഒരു മെയിൻ ആണല്ലോ, അവിടേക്കുള്ള ലൈറ്റ്സ്, അങ്ങനെ അതുപോലെ സീലിംഗ് ഹാങ്ങിങ് ആയിട്ടുള്ളതിൽ തന്നെ നല്ല യുണീക്ക് ആയിട്ടുള്ള ലൈറ്റ്സുകള്, അങ്ങനെയൊക്കെ ഒരുപാട്. നമ്മള് പൊതുവെ ഒരു സ്റ്റോറി പോയി കഴിയുമ്പോൾ അവിടുത്തെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ആ ലിമിറ്റേഷനെയാണ് ഐക്യ ഇവിടെ ക്രോസ് ചെയ്യുന്നത്. കുറെ ഡെസ്ക് ലാംപ്സ് ഉണ്ടായിരുന്നു, അതും നല്ല നല്ല മോഡലുകളായിരുന്നു. സ്ഥിരം കാണുന്ന മോഡലുകളിൽ നിന്ന് വ്യത്യസ്തമായതും അതുപോലെ തന്നെ പഴയ മോഡലുകൾക്ക് ഒരു മോഡേൺ ടച്ച് കൊടുത്തതും ആയിട്ടുള്ള കുറെ ഡെസ്ക് ലാമ്പുകളെയും അതുപോലെ എല്ലാ സാധാരണ ലൈറ്റ്സിനെയും അവർ അവരുടേതായ രീതിയിൽ റീഡിഫൈൻ ചെയ്തതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചു. ഇതൊക്കെ നല്ല പാറ്റേണുകളല്ലേ, നമ്മള് ചിലപ്പോ കണ്ടിട്ടുണ്ടാവും മറ്റു കടകളിലെ. എന്നാലും എല്ലാ പാറ്റേണും നമ്മൾ പറഞ്ഞ പോലെ ഒരു കൊടക്കീഴിൽ കാണാൻ സാധിക്കുന്നത് ഒരു വ്യത്യസ്തമായ ഒരു ഷോപ്പിംഗ് അനുഭവമാണ്. ഇനി ഞാൻ പോകാൻ പോകുന്നത് എനിക്കിഷ്ടമുള്ള ഒരു സെക്ഷനിലേക്കാണ്, സെന്റഡ് കാൻഡിൽസ്. അവിടേക്ക് ചെല്ലുമ്പോ തന്നെ നമുക്ക് വളരെ സൂത്തിങ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ്. സെന്റഡ് കാൻഡിൽസിന്റെ വെറൈറ്റി സ്മെല്ലുകളും ഷേപ്പ്, സൈസ് ഒക്കെ അവൈലബിൾ ആണ്. നമുക്ക് നമ്മുടെ
പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റും. അവിടെ ചെന്ന് നമുക്കൊരു ക്യാൻഡിൽ ഇഷ്ടപ്പെട്ടു, അയ്യോ ഇത്രയും പൈസയില് മേടിക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു വിഷയമില്ല. നമുക്ക് പറ്റുന്ന, നമ്മുടെ റേഞ്ചിന് പറ്റുന്ന ഒരു വൈഡ് വെറൈറ്റി ഓഫ് റേഞ്ച് ഓഫ് ക്യാൻഡിൽസ് അവിടെ അവൈലബിൾ ആണ്. ക്യാൻഡിൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അത് ഒരു 1-2 തവണ കത്തിച്ചു കഴിഞ്ഞാൽ മണം പോവും. അല്ല, നല്ല നല്ല പോലെ ലാസ്റ്റ് ചെയ്യുന്ന സെന്റ് ഉള്ള ക്യാൻഡിൽസ് ആണ്. ഞങ്ങൾ കഴിഞ്ഞ തവണ പോയപ്പോഴും ഒരു ക്യാൻഡിൽ മേടിച്ചിരുന്നു, അത് കഴിഞ്ഞിട്ടില്ല, അതിപ്പോഴും നല്ല സ്മെല്ലാണ്. നമ്മളെല്ലാ നേരം ഒന്നും കത്തിക്കില്ലല്ലോ, ഒരു വല്ല സ്പെഷ്യൽ ആയിട്ടൊക്കെ ഫീൽ ചെയ്യുമ്പോഴല്ലേ നമ്മൾ കത്തിക്കുള്ളൂ. ഈ സ്മെല്ലും ആ കളറും എനിക്ക് ഇഷ്ടമായി. പക്ഷെ അവസാനം ഞാൻ പിക്ക് ചെയ്ത് ലൈറ്റ് പിങ്ക് ആയിരുന്നു. പിന്നെ അവിടെ കുറെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ്, അതുപോലെ തന്നെ പോട്ട്സ്, വേസസ്, they are having a huge collection. ഞാൻ അത് ഓരോന്നിനും എടുത്ത് പറയേണ്ട കാര്യമില്ല എന്ന് നിങ്ങൾക്ക് ഇതിനോടൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. കാരണം ഏതൊരു പ്രൊഡക്റ്റ് ഐക്യലത്ത് നോക്കിയാലും കളക്ഷന് നമുക്ക് അവിടെ ഒരു പഞ്ഞം വരില്ല. അത് അവർ ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. ഇപ്പൊ ഈ കാണുന്നത് മൊത്തം വേസ് ആണ്. ഞങ്ങളൊരു ട്രാൻസ്പെറന്റ് വേസ് എടുത്തു ഞങ്ങളുടെ ഡൈനിങ് ടേബിളിന്റെ മുകളിലേക്ക്. നമുക്ക് എപ്പോഴേലും ഫീൽ ഗുഡ് ആവുമ്പോൾ നമുക്ക് അതിലേക്ക് ഒറിജിനൽ ഫ്ലവേഴ്സ് വെക്കാം. ഞങ്ങളൊരു ബഞ്ച് ഓഫ് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ആണ് തൽക്കാലം എടുത്തത്. കാരണം ഒറിജിനൽ ഫ്ലവേഴ്സ് എല്ലാ ദിവസവും മാറ്റാനൊക്കെ ഉള്ള മടിയുണ്ട്. നമുക്ക് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സിലായാലും നമുക്ക് ചെറിയ റേറ്റ് തൊട്ട് ഈവൻ വലിയ റേറ്റിന്റെ ബഞ്ചുകൾ വരെ. അല്ല ഇനിയിപ്പോ നമുക്ക് നമ്മുടെ സ്വന്തം ഈസ്തറ്റിക് സെൻസിൽ ഒരു ഫ്ലവർ ഓരോ കളേഴ്സിന് എടുത്ത് അതിൽ കുറച്ച് ഗ്രീൻ ആഡ് ചെയ്ത് നമുക്ക് നമ്മുടെ റൂം എങ്ങനെ ഇരിക്കണം എന്ന് നമ്മളാണല്ലോ ഡിസൈഡ് ചെയ്യുക. അപ്പൊ അതും ഒക്കെ ചെയ്യാനുള്ള ഓപ്ഷൻസ് അവർ തരുന്നുണ്ട്. പിന്നെ നമ്മൾ വന്നൊരു സെക്ഷൻ ഫോട്ടോ ഫ്രെയിംസ് ആയിരുന്നു. ചെറിയ റേറ്റ് തൊട്ട് വലിയ റേറ്റിന്റെ ഫോട്ടോ ഫ്രെയിംസ് വരെ എല്ലാ പ്രൊഡക്റ്റിലുള്ള അവൈലബിലിറ്റി പോലെ ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളും ഒരു ഫോട്ടോ ഫ്രെയിം പിക്ക് ചെയ്തു. എത്രയാണെന്നറിയണ്ടേ? വെറും 59 രൂപ. ഇതേ അവിടെ ബോർഡ് കാണുന്നു. ആ 59 രൂപയുടെ ഒരു വൈറ്റ് ഫ്രെയിം ഫോട്ടോ ഫ്രെയിമും ഞങ്ങൾ എടുത്തു. നമുക്ക് ഡെസ്കുമേക്ക് വെക്കാനായാലും അല്ല ഇനിയിപ്പോ വാൾ ഹാങ്ങിങ് ആക്കാനായാലും ഒക്കെയുള്ള ഫോട്ടോ ഫ്രെയിംസ് അവൈലബിൾ ആണ്. ഞാൻ പറയുന്നത് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഫോട്ടോ ഫ്രെയിം എന്നല്ല, പക്ഷെ എല്ലാ ഫോട്ടോ ഫ്രെയിമിനും അതിൻ്റെതായ ഒരു യുണീക്ക് ക്വാളിറ്റി, യുണീക്ക് ടച്ച് കൊടുക്കാനായിട്ട് ഐക്യ എന്തായാലും ഡെഫിനറ്റ് ആയിട്ടും ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. അത് അവരുടെ വർക്കിൽ കാണാം. പിന്നെ കുറച്ച് ഷോ പീസുകള്, കുറച്ച് ട്രേസ്, പിന്നെ അതുപോലെ തന്നെ റീത്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് കണ്ട ഒറിജിനലിനെ വെല്ലുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. ഇതൊക്കെ നമ്മുടെ പുറമെ ഗാർഡനിൽ കൊണ്ടുവച്ചാൽ ആരായാലും ഒന്ന് വിചാരിക്കും ഇത് ഒറിജിനൽ ആണ് എന്നുള്ളത്. അത്രയ്ക്കും റിയൽ ഫിനിഷ് ഉള്ള ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ആണ് ഐക്യയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതിന് തന്നെ വെക്കാനുള്ള പോട്ട്സും അത് നല്ല ഭംഗിയായിട്ടുള്ള നല്ല ക്ലാസിക് ഫിനിഷ് ഉള്ള പോട്ട്സും അവിടെ അവൈലബിൾ ആണ്. അത് ഓരോ ആർട്ടിഫിഷ്യൽ പ്ലാന്റിന്റെ അടുത്ത് തന്നെ അതിന് പറ്റുന്ന സൈസുള്ള പോട്ടും വെച്ചിട്ടുള്ളത്. അത് അന്വേഷിച്ച് നടന്ന് നമ്മൾ ബുദ്ധിമുട്ടേണ്ട കാര്യം ഇല്ല എന്ന് തന്നെ പറയണം. കുറച്ച് ചിന്തിക്കാൻ മടിയുള്ളവർക്ക് പോലും എളുപ്പം പോയി ഷോപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഐക്യ. ഇപ്പൊ നമ്മൾ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സിന്റെയും പ്ലാന്റ്സിന്റെയും കാര്യം പറഞ്ഞപ്പോ നിങ്ങൾ വിചാരിക്കും ഒറിജിനൽ ഇല്ല എന്ന്. എന്നാ ദേ പിടിച്ചോ, ഒറിജിനൽ പ്ലാന്റ്സും ഉണ്ട്, ഒറിജിനൽ ഫ്ലവേഴ്സും ഉണ്ട്. ഈ കാണുന്നതൊക്കെ ഒറിജിനൽ ആട്ടോ, ഞാൻ ചുമ്മാ പറയുന്നതല്ല. ഒറിജിനൽ ചെടികളുണ്ട്. ഇത് ചിലവരൊക്കെ, ഞാൻ ആദ്യം ഒരു ഒറിജിനൽ ബാമ്പു അവിടെ നിന്ന് മേടിച്ചപ്പോ എന്നോട് പറഞ്ഞു അതൊന്നും പിടിക്കില്ല എന്ന്. ഇപ്പോഴും എന്റെ ബാമ്പു ഉഷാറായിട്ടാണ് നിൽക്കുന്നത്. ഇനി നിങ്ങൾക്ക് ചെടികളുണ്ട്, അന്ന് കുറച്ച് നനയ്ക്കാനുള്ള കുറച്ച് ഈസ്തറ്റിക് സാധനങ്ങൾ വേണമെങ്കിൽ അതും ഉണ്ട്. ഇതും ഞാൻ കുറച്ചു നേരം നിന്ന് നോക്കി, പക്ഷെ അതിനും ബബി എസ് എന്ന് പറഞ്ഞില്ല. നമ്മൾ അവിടെ നിന്നും പോന്നു. ഇത് ഔട്ട്ഡോർ ഫർണിച്ചേഴ്സ്, അവര് കുറച്ച് ഗാർഡൻ ഫർണിച്ചേഴ്സ് വെച്ചേക്കണെയാണ്. അതും ഗാർഡന്റെ ഏരിയയിലാണ്. അപ്പൊ നമുക്ക്, ഞാൻ വീണ്ടും പറഞ്ഞ പോലെ ഇതും കൂടി ചേർന്ന് പോവും എന്നൊക്കെ ചിന്തിക്കാൻ മടിയുള്ളവർക്ക് എളുപ്പമാണ്. ഇപ്പൊ ഈ കാണുന്ന ഏരിയയാണ് അവരുടെ ഹൈലൈറ്റ്. ഇവിടെയാണ് നമ്മുടെ ഫർണിച്ചേഴ്സ് എല്ലാം അവര് പാക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതിന്റെ ഉള്ളിൽ ഇരിക്കുന്നത് ചിലപ്പോൾ ഒരു കട്ടിലാവട്ടോ. ഇതിനെടുത്ത് അസംബിൾ ചെയ്ത് വരുമ്പോഴാണ് നമ്മൾ ആ മുകളിൽ കണ്ട ഭംഗിയുള്ള ഫർണിച്ചേഴ്സ് ഫോം ചെയ്യണത്. നമ്മളപ്പം മുകളിന്ന് ജസ്റ്റ് നമ്പർ നോക്കി വന്ന് ഇവിടെ വന്ന് ഏത് ഷെൽഫിലാണെന്നുള്ളത് ആ ജസ്റ്റ് ഒരു ബോക്സ് എടുത്ത് വെച്ച് നമ്മൾ ട്രോളി കൊണ്ടുപോയി ബില്ല് ചെയ്താൽ മതി. ഈ സാധനം നട്ടും സ്ക്രൂവും ബോൾട്ടും ഒക്കെ ഇടുമ്പോൾ നമ്മൾ കണ്ട നല്ല ഭംഗിയുള്ള കട്ടിലും കസാരിയും ഊണുമേശയും സോഫയും ഒക്കെ ആവണത് ഒരു അത്ഭുതമാണ്. ഇത്രയും ചെറിയ പെട്ടിയിലാണ് അവർ ഇതെല്ലാം കൂടി അടുക്കി മടക്കി വെച്ചേക്കുന്നത് എന്നുള്ളത് ഒരു
നൈസ് ഒരു ഫീലിംഗ് ആണ്. ഞങ്ങൾ ഇവിടെ നിന്നാണ് ഞങ്ങളുടെ വീട്ടിലേക്കുള്ള ഡൈനിങ് ടേബിളും ചെയർസും ഒക്കെ ആദ്യത്തെ വന്ന അവസരത്തിൽ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് വീട്ടിൽ കൊണ്ടുപോയി നമുക്ക് ഈസിലി അസംബ്ലിംഗ് ആണ്. അതിനു വേണ്ടി ഒരാൾ വരേണ്ട കാര്യമില്ല. ഷോപ്പിംഗ് കഴിഞ്ഞൊരു സോഫ്റ്റി അത് നിർബന്ധം. അയക്കുന്ന വീട്ടിലേക്ക് എത്തി. അപ്പൊ ഒരു ബിസി എന്ന് പറയാൻ പറ്റില്ല, നല്ല ടയറിംഗ് ആയിരുന്നു. കാരണം കുറെ നടക്കാനുണ്ട്, ഇത്ര ദൂരം യാത്രയുണ്ട്, അപ്പൊ അതിന്റേതായ ക്ഷീണം എന്തായാലും ഉണ്ട്. പിന്നെ കുറെ നാളുകൊണ്ട് മേടിക്കണം എന്ന് ആഗ്രഹിച്ചൊരു സോഫ്റ്റ് ടൈ ആയിരുന്നു, ഒരു ഗ്രേ കളർ എലിഫന്റ്. അതിനൊന്ന് പോയപ്പോ കച്ചവടമാക്കി. ഇത് കാണുമ്പോ ചിലർക്ക് തോന്നുമായിരിക്കും ഈ പ്രായത്തിലാണോ ഇപ്പൊ ഈ പാവയൊക്കെ ആയിട്ട് മേടിച്ച് നടക്കണേ. അതിനങ്ങനെ പ്രത്യേകിച്ച് പ്രായമൊന്നുമില്ല. ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ എന്ന് വെറുതെ അല്ല പറയുന്നത്. സംതിങ് മേക്ക് സെൻസ് ടു യു, സംതിങ് മേക്സ് യു ഹാപ്പി, ഗോ ഫോർ ഇറ്റ് എന്നൊരു കൺസെപ്റ്റ് ആണ് എന്റേത്. സോ ഇന്ന് മൊത്തത്തിൽ ഹാപ്പി ഷോപ്പിംഗ് ആയിരുന്നു, ഹാപ്പി പർച്ചേസുകളായിരുന്നു, ടയറിംഗ് ആയിരുന്നു, പക്ഷെ സാറ്റിസ്ഫൈങ് ആണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ എത്രയും വേഗം തന്നെ വരുന്നതാണ്. സോ ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ടു ഷെയർ and subscribe. Be surprised. Until then, Bye. bye.